വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ ഡോക്ടർ എ.കെ. ജയശങ്കരൻ നമ്പ്യാർ, വി.എം. ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ദിവസമാണ് ഈ സ്വമേധയാ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയൊരു നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും കേരളവും കേരള ജനതയും. ഇതിനെ തുടർന്ന് ഇന്നലെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളിലും ഒപ്പം മറ്റ് കോടതിക്ക് ലഭിച്ച കത്തുകളിൽ നിന്നുമൊക്കെയാണ് സ്വമേധയാ കേസെടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. എന്തായാലും സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇനി ഇത്തരത്തിലൊരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം, ഒപ്പം ഇനി ഏതെങ്കിലും വിധത്തിലുള്ള നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തി അതിനു വേണ്ടിയിട്ടുള്ള ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ കഴിയും എന്നതിലൊരു വിശദീകരണമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. എന്തായാലും ഈ ഉരുൾപൊട്ടലിനെ പുറമെ ഈ പ്രകൃതി ദുരന്തങ്ങളായ പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മണ്ണിടിച്ചിലായിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ എങ്ങനെ ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാം, അവരുടെ ജീവൻ രക്ഷിക്കാം എന്നത് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചത്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി എം.ബി. രാജേഷ് ഉൾപ്പെടെ എം.ബി. രാജേഷ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഈ AI സാങ്കേതികവിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കാലാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനം സ്വമേധയാ ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കും. നിലവിലെ ഭൂപ്രകൃതിയിലടക്കം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം സാധ്യതകളാണ് തേടുന്നത് എന്ന് മന്ത്രി പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്.